സഖാക്കന്മാർക്ക് വേണ്ടി ഭരിക്കുന്ന കേരള സർക്കാർ സ്വജനപക്ഷപാതപരമായി ഭരണത്തെ ക്രമീകരിക്കുന്ന LDFിൻ്റെ ഈ നയം അത്യന്തം ജനദ്രോഹപരമായ ധാർഷ്ട്യമായി തുടരുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് പേർത്തും കരയുകയാണ് ധനമന്ത്രി. അപ്പോഴും തങ്ങളുടെ സഖാക്കന്മാർക്ക് മാത്രമായി ധനമന്ത്രി പണം കുടഞ്ഞിടുകയാണ് ശമ്പള വർധനവിനത്തിൽ. സർക്കാർ നടത്തിയ അഴിമതിയും ധൂർത്തും പിൻവാതിൽ നിയമനങ്ങളുമാണ് സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണമെന്നിരിക്കെ ആ പേരും പറഞ്ഞ് കോവിഡ് കാലത്ത് പോലും രാപ്പകലില്ലാതെ ജോലി ചെയ്ത ആശാ വർക്കർമാരുടെ ചെറിയ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുഖം ധരിച്ച് സഖാക്കന്മാരായ ആശ്രിതരുടെ ശമ്പളം ഇരട്ടിയാക്കിയിരിക്കുകയാണിപ്പോൾ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. KSRTC ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ജീവനക്കാരും വിരമിച്ചവരും നട്ടം തിരിയുകയാണ്. വയോധികരും വിധവകളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ളവരുടെ പെൻഷൻ മാസങ്ങളായി കൊടുക്കാതിരിക്കുകയും കുടിശ്ശിക 3 മാസം നിലനിൽക്കുകയും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഖജനാവിൽ പണമില്ലാത്തതിനാൽ പ്രത്യേക പരിഗണന നൽകേണ്ട വിഭാഗങ്ങളുടെ പദ്ധതി വിഹിതം പോലും ചരിത്രത്തിലാദ്യമായി വെട്ടിക്കുറച്ചിരിക്കുകയാണ് സർക്കാർ. രാഷ്ട്രീയ നിയമനത്തിലൂടെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർക്ക് വീണ്ടും ലക്ഷങ്ങൾ കൂട്ടിയിട്ട് കൊടുക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം PSSC ചെയർമാൻ്റെ ശമ്പളം പ്രതിമാസം 2.26 ലക്ഷം രൂപയിൽ നിന്ന് 4 ലക്ഷം രൂപയാക്കി അംഗങ്ങളുടെ 3.75 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. PSSC ചെയർമാനും ജില്ലാ ജഡ്ജിമാരും സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങളുടെ ശമ്പളം ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യമാക്കിയാണ് ഈ വർധനവ് ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ KV തോമസിൻ്റെ യാത്രാബദ്ധ 11.31 ലക്ഷമാക്കി ഉയർത്താനുള്ള സർക്കാർ നിർദ്ദേശം വന്നിരിക്കുകയാണ്. ബുധനാഴ്ച ചേർന്ന സബ്ജക്റ്റ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു KV തോമസിന് ഇപ്പോൾ 5 ലക്ഷം രൂപ യാത്രാബത്തയാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ നീക്കമനുസരിച്ച് 11.31 ആയി ഉയർത്താനാണ് ആലോചന. ഇപ്പോൾ തന്നെ ഓണറേറിയം ഇനത്തിൽ പ്രതിവർഷം ലക്ഷങ്ങളാണ് KV തോമസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. 18 വർഷം മുമ്പ് ആശാവർക്കർമാരോട് സർക്കാർ പറഞ്ഞത് 1-2 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതിയെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ 16 മണിക്കൂറിലധികം ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് അവർക്ക്. തങ്ങളുടെ ജോലിക്കുള്ള വേതനം പോലും ലഭിക്കുന്നില്ല എന്നുമാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത്. എന്നാൽ സർക്കാർ ഈ പാവങ്ങളുടെ സമരത്തെ അടിച്ചമർത്താൻ സമരം ചെയ്യുന്നവരുടെ പേരിൽ കേസ് കൊടുത്ത് അത്യന്തം പകപോക്കലാണ്. സർക്കാരിൻ്റെ ഈ നയത്തിനെതിരെ ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ മഹാസംഗമം എന്ന പേരിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. ഇത് സർക്കാരിന് തലവേദനയാണ്. 11 ദിവസങ്ങളായി തുടരുന്ന ആശാവർക്കർമാരുടെ ആവശ്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് സർക്കാർ എടുക്കുന്ന നിലപാടുകൾ ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾക്ക് മേലുള്ള സർക്കാരിൻ്റെ വെല്ലുവിളിയാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നത്. ഏതു വിധേനയും ഈ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. നമ്മുടെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വളരെ അപഹാസ്യപരമായി ഈ സമരത്തെ വ്യാഖ്യാനിച്ചു. ഇതിനെതിരെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശക്തമായി തന്നെ പ്രതികരിച്ചുമിരുന്നു. അടിസ്ഥാന വർഗ്ഗക്കാരുടെ ക്ഷേമത്തിനായി അഹോരാത്രം ഓടി നടക്കുന്ന ആശാവർക്കർ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ പിന്നെ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നാണ് ചോദ്യമുയരുന്നത്. ലക്ഷങ്ങൾ ശമ്പളവും കിമ്പളവും വാങ്ങുന്ന സഖാക്കന്മാരെ വീണ്ടും കൊഴിപ്പിക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങുമ്പോഴാണ് LDF സർക്കാർ ജനദ്രോഹ സർക്കാരായി മാറുന്നത്. ഇത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് വൻ ആഘാതം തന്നെ സൃഷ്ടിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.